and welcome back to our channel. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എങ്ങനെയാണ് നമുക്ക് വിങ്ഡ് ലൈനർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനാണ്. പെർഫെക്റ്റ് ആയിട്ടെന്നല്ല, ഞാൻ എങ്ങനെയാണ് ചെയ്യണേ എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് എനിക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ്. നമ്മൾ വിങ് ലൈൻ ചെയ്യുമ്പോഴേക്കും സാധാരണ ഒരെണ്ണം ഒരു സൈഡിലോട്ട് ഒരെണ്ണം വേറൊരു സൈഡിലോട്ടായി പോകാറല്ലേ പതിവ്. അപ്പോൾ രണ്ടും ഏകദേശം ഈക്വലി വരാനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വിങ് ലൈനർ അല്ലെങ്കിൽ നമ്മുടെ ഐലൈനർ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഇടാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മാൾസിൻ്റെ ഐലൈനറാണ് എടുക്കുന്നത്. നിങ്ങൾ എപ്പോഴും ഐലൈനർ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പോയിൻറ്റഡ് ആയിട്ട് ഇതേപോലത്തെ കണ്ടോ, ഇതേപോലെ ഇങ്ങനെ പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷുള്ള ഐലൈനർ തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. എൻ്റെ പുരുക ഇച്ചിരി ഇവിടെയൊക്കെ വളർന്നിട്ടുണ്ട്. എൻ്റെ പുരുക ചുരുണ്ടിട്ടുള്ള പുരുക കേട്ടോ. നിങ്ങളിൽ എത്ര പേരുടെ അങ്ങനെയാണെന്ന് പറയും. ത്രെഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഐലൈനർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണിൻ്റെ ഈ താഴത്തു നിന്നുള്ള ഈ ഒരു വര കണ്ടോ, നമ്മളെപ്പോഴും ഐലൈനർ ചെയ്യുമ്പോഴേക്കും നമ്മുടെ കണ്ണൊന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിങ് ലൈനർ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് കണ്ണിനൊരു നീളം കിട്ടണം. നീളം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിങ് ലൈനേഴ്സ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും എടുക്കുമ്പോൾ ഈ മേളിൽ നിന്ന് ഇങ്ങനെ മേലോട്ട് എടുക്കും. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് ആ ഒരു എങ്ങോട്ടേക്കാണ് എഴുതേണ്ടതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ്ലി ഞാൻ പഠിച്ചിട്ടുള്ളൊരു ടെക്നിക്കാണ് കേട്ടോ. നമ്മുടെ ഈ അടിയിലുള്ള വാട്ടർ ലൈനില്ലേ, ഈ വാട്ടർ ലൈനിൽ ഈ കാണുന്ന തുമ്പ് കണ്ടോ, ഈ തുമ്പിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. കാരണം നമ്മുടെ രണ്ട് കണ്ണിൻ്റെയും ഏകദേശം ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമ്മുടെ കണ്ണുകൾക്ക് ഉണ്ടാവും, എന്നാലും ഏകദേശം സിമിലർ ആവാനാണ് സാധ്യത. അപ്പോൾ കണ്ണിങ്ങനെ അങ്ങനെ വരയ്ക്കാം. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്നാണ് ഈ എൻ്റെ ഈ ഒരു വാട്ടർ ലൈൻ വരണുണ്ടോ, ഇത് ഇവിടെ നിന്ന്. അപ്പോൾ നമ്മളിതിങ്ങനെ കണ്ടോ, ഇങ്ങനെ കൊടുക്കാം. അത് നമ്മുടെ ഈ ഒരു പുരികത്തിൻ്റെ ആ ഒരു എൻഡ് പോർഷനിലോട്ട് വരികയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി സെയിം ഇതേപോലെ തന്നെ കണ്ണ് നിവർത്തി പിടിച്ചിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ഇങ്ങനെ വരയ്ക്കാം. കണ്ടോ, നമുക്ക് രണ്ടും ഒരേപോലെ നമുക്ക് ലൈൻ ചെയ്യാൻ പറ്റും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ബിൽഡ് ചെയ്തെടുക്കുക. ഈ ഒരു വര നമുക്ക് രണ്ടെണ്ണം സിമിലറായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണ്. ഇത്രയും നീളം ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. ഇത്രയും നീളം ഇടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നീളം കുറച്ചെടുക്കണമെങ്കിൽ നീളം കുറച്ചെടുക്കാം. പിന്നെ നമ്മൾ ഐലൈനർ മേലെ എഴുതുമ്പോൾ ഓൾവേസ് നിങ്ങൾ ഈ സെൻറ്റർ പോർഷനിൽ നിന്ന് ഐലൈനർ ചെയ്തെടുക്കുക. ആദ്യമേ ചെറിയ ഒരു വര കൊടുക്കുക. ആദ്യമേ നമ്മൾ സെൻറ്റർ പോർഷനിൽ നിന്ന് വരയ്ക്കുക. ഇനി അടുത്തത് എപ്പോഴും പിന്നെ ഈ ഒരു കൈ ഉണ്ടല്ലോ നമ്മുടെ ഫേസിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് പിടിച്ചിട്ടുണ്ടാവണം കേട്ടോ. അപ്പോൾ നമുക്കൊരു ഗ്രിപ്പ് കിട്ടും നമ്മൾ അങ്ങനെ പിടിക്കുമ്പോൾ. കണ്ടോ, അപ്പോൾ നമുക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു ഗ്രിപ്പും കിട്ടും. ഈ പകുതി പോർഷനിൽ നിന്ന് നമ്മൾ വരയ്ക്കുമ്പോഴേക്കും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇനി ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി വണ്ണം കൂട്ടണമെന്നുണ്ടെങ്കിൽ സെയിം മിഡിൽ പോർഷനിൽ നിന്ന് വണ്ണം കൂട്ടി പിന്നെ മിഡിൽ പോർഷനിലോട്ട് കണക്ട് ചെയ്യാം. എൻ്റെ കൈ വരയ്ക്കുന്നവർക്കും ഇങ്ങനെ പിടിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ കണ്ണാടി പിടിച്ചിരിക്കുന്ന കൈ വരയ്ക്കുന്നു. നോക്കി, അയ്യോ, ഞാൻ പൂച്ചേനെ ഒന്നും കൊന്നിട്ടില്ല, എന്നിട്ട് എന്താണോ ഇങ്ങനെ കൈ വരയ്ക്കുന്നത്. പിന്നെ ബ്രഷിലുള്ള ഐലൈനർ ഉണങ്ങിയെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ രണ്ടാമതൊന്നും കൂടി എടുക്കാം. ഇനി അടുത്തത് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പോലെ ജോയിൻ ചെയ്യിക്കാം. എന്നിട്ട് ഇതിനകത്ത് ഫില്ല് ചെയ്യാം.
കണ്ട എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ലൈനർ വന്നേക്കണത്. നോക്ക് നല്ല രസമായിട്ട് വന്നിട്ടില്ലേ? വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങടേക്ക് കുറച്ചുകൂടി കയറ്റി യോജിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇച്ചിരി കൂടി ഇങ്ങനെ ഒരു നീളുള്ള പോലെ ഫീൽ ചെയ്യിപ്പിക്കാനേ. എന്ത് ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് നോക്കൂ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. കണ്ടോ നമ്മൾ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു വിങ് ലൈനർ ചെയ്ത് നോക്ക്. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കണ്ണിങ്ങനെ വലുതാക്കി എടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ണിന് അടിയിലോട്ട് ഓൾസോ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇച്ചിരി കൂടെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലൈനർ വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കണ്ണിങ്ങനെ വെള്ളമാവാത്ത ആൾക്കാരുടെ കണ്ണാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. എൻ്റെ കണ്ണ് പെട്ടെന്ന് വാട്ടർ ചെയ്യാവും. അപ്പോൾ തന്നെ വെള്ളം വന്ന് തുടങ്ങേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ സെൻറ്റർ പോർഷൻ കണ്ടോ, ഇതിനകത്തുകൂടി നിങ്ങളിത് കളർ ചെയ്യണേ. സോറി, കളറല്ല, ലൈനർ ഫില്ല് ചെയ്യാം. അപ്പോൾ ഇച്ചിരി കൂടെ രസം ഉണ്ടാവും. സോ അപ്പോൾ നമുക്ക് ഞാൻ ലൈനർ നമ്മുടെ സെയിം ആ ഒരു ഐലൈനർ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കത് അത്ര ഒരു ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കറക്റ്റ് ഒരു ഇൻറ്റൻസ് കിട്ടിയ പോലെ തോന്നുന്നില്ല. സോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഹീറോ ബ്യൂട്ടിയുടെ കണ്ണിനടിയിൽ വരയ്ക്കാം കേട്ടോ. കാജൽ വെച്ചിട്ട് എനിക്ക് കണ്ണിനടിയിൽ വരയ്ക്കണം അത്ര ഇഷ്ടമല്ല. ഇത് ഒന്നാമതേ കാജൽ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റിമൂവ് ചെയ്ത് കളയാൻ ഭയങ്കര പാടാണ്. റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ണിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ ഡാർക്കായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഡാർക്ക് അണ്ടർ ഐ സർക്കിൾസ് ആണോ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടമുള്ള പരിപാടിയല്ല. പക്ഷെ എന്നാലും ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ വരച്ച് കാണിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണ്ണിന് അടിയിൽ ചെയ്ത് കഴിയുമ്പോഴേക്കും ഉള്ളത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ലുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം. പക്ഷേ പേഴ്സണലി എനിക്കിങ്ങനെ കണ്ണിനടിയിൽ എഴുതുന്നത് എൻ്റെ കണ്ണിന് അത്ര എനിക്ക് ചേരാറില്ലെന്നാണ് എനിക്ക് തോന്നാറ്. ഞാൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലൈനറായിരിക്കും എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. ഇതാണ് എനിക്ക് കുറച്ചും കൂടി രസമായിട്ട് ഫീൽ ചെയ്യണത്. സോ അപ്പോൾ നിങ്ങൾക്ക് ഏത് വിങ് ലൈനറാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. ദിസ് വൺ ഓർ ദിസ് വൺ, ഇതല്ലേ കുറച്ചും കൂടി ക്യൂട്ടായിട്ടില്ലേ? ഇതും ഒരു രസമൊക്കെ ഉണ്ടല്ലേ? ഈ കണ്ണിൻ്റെ ഇവിടെ ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് വലിപ്പം കൂട്ടിയായിരുന്നു കേട്ടോ. ഒരു ഈ അടിയിൽ ഇത് ചേരാൻ വേണ്ടിയിട്ട് ഇതിന് ഇത്തിരി കൂടെ ഞാനൊരു വലിപ്പം കൂട്ടിയിട്ടുണ്ടായിരുന്നു കണക്ട് ചെയ്തപ്പോഴും. ഇതല്ലേ രസം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയാസിൽ കൂടെ ഫോളോ ചെയ്യാം കേട്ടോ. ഞാൻ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ആക്റ്റീവാണ്. പിന്നെ നമുക്കൊരു വ്ളോഗിങ് ചാനലുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ പുതിയതായിട്ടൊരു ഷോർട്ട് വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് ചാനൽ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു, ടേക്ക് കെയർ.